ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്കും അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന കുറച്ച് വിശേഷങ്ങളിലേക്കും എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പോൾ അതിനുമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. അപ്പൊ നേരെ തന്നെ ഞാൻ വിശേഷത്തിലേക്ക് കിടക്കുകയാണ്. അങ്ങനെ നമ്മുടെ രോഹിത്തിന്റെയും ഹരിയുടെയും മറ്റു രണ്ട് കൂട്ടുകാരന്മാരുടെയും പടം അടിച്ചു വരുന്ന ആ ഒരു പത്രത്തിൽ അച്ചടിച്ചു വരുന്ന ആ ഒരു ഇത് കണ്ടിട്ട് നമ്മുടെ അലീനയൊക്കെ ആകെ ഞെട്ടി വിറച്ച് തരിച്ച് നിൽക്കുകയാണ്. അതും അപമാനം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു അപമാനം വേറെ കിട്ടാനില്ല. പെണ്ണ് കേസല്ലേ, അതും ബലാത്സംഗ വീരന്മാർ എന്ന് പറഞ്ഞ് പത്രത്തിൽ അച്ചടിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അപമാനം അത് താങ്ങാവുന്നതിനും അപ്പുറം വൈജയും അതുപോലെ നമ്മുടെ ബാലചന്ദ്രനും സഹിക്കേണ്ടി വരിക, അവരുടെ പെങ്ങന്മാര് സഹിക്കേണ്ടി വരിക എന്നൊക്കെ പറയുമ്പോഴേക്കും പറയാൻ എളുപ്പമാണ്, അനുഭവത്തിൽ വരുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. അങ്ങനെ അനുഭവത്തിൽ വന്നിരിക്കുകയാണ്. നാണക്കേടോട് നാണക്കേട്. വൈജ തല പൊക്കി ഉയർത്തിപ്പിടിച്ച് അഹങ്കാരത്തോട് ഒച്ചത്തോട് കൂടി സംസാരിച്ചുകൊണ്ടിരുന്ന വൈജയുടെ സ്വരം പതുങ്ങി നാക്കൊന്ന് ചലിക്കാൻ കൂടി പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന വൈജയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അലീന ഈ ഒരു പത്രം കണ്ടു, ഞെട്ടിത്തരിച്ചു. കൃഷ്ണമോള് പത്രം കണ്ടു, ഞെട്ടിത്തരിച്ചു. ഇനി നമ്മുടെ വൈജയും കൂടെ പത്രം കണ്ടു. പത്രം കണ്ടില്ല, പത്രം കാണിച്ചു കൊടുക്കാണ്. അവിടെ ഒരു നേഴ്സ് ആ പത്രം പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ട് പറയാണ്, ഇതാണോ അന്തസ്സും അഭിമാനവുമുള്ള കുടുംബം മേഡം? ഇങ്ങനെയാണോ അന്തസ്സും അഭിമാനവുമുള്ള കുടുംബത്തിലെ പയ്യന്മാർ ചെയ്യേണ്ടത് മേഡം എന്ന്? മേഡം എന്ന് പോലും വിളിക്കുന്നില്ല. അത്രയും നേരം ഒരു ബഹുമാനം നമ്മുടെ വൈജയ്ക്ക് കൊടുത്തിരുന്നുവെങ്കിൽ മേഡം എന്ന് പോലും വിളിക്കുന്നില്ല. അതുപോലെയാണ്. അതുപോലെ തന്നെ നമ്മുടെ അലീനയുടെയും കൃഷ്ണമോളുടെയും ബബിതയുടെയും നേർക്ക് കല്ലുകൾ വന്ന് തെരുതെരാ വീഴുന്നു, ജനാലകൾ പൊട്ടുന്നു. അവിടെ അതുപോലെ ഒരു അവസ്ഥ. നമ്മുടെ കൃഷ്ണമോളെ ചേർത്ത് പിടിക്കുകയാണ്. എന്താ അലീന ചേച്ചി ഇങ്ങനെയൊക്കെ? എന്തിനാ അവരെല്ലാവരും കൂടെ നമ്മളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? നമ്മൾ എന്ത് തെറ്റാ അലീന ചേച്ചി ചെയ്തത് എന്ന് പറഞ്ഞപ്പം അതൊന്നും ജനങ്ങൾക്ക് അറിയണ്ട മോളെ. പത്രത്തിൽ അച്ചടിച്ചു വന്ന ഈ അക്ഷരങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ നമ്മളും തെറ്റുകാർ തന്നെയാണ്, കുടുംബത്തിലുള്ളവരും തെറ്റുകാർ തന്നെയാണ്. ബാലചന്ദ്രന്റെയും വൈജയുടെയും മകനെന്നല്ലേ അച്ചടിച്ചു വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേരും വരാത്തതേ ഉള്ളൂ. ബാക്കിയെല്ലാം പത്രത്തിൽ വന്നു കഴിഞ്ഞു. അതുപോലെ ഞാനും, എൻ്റെ പേരും എൻ്റെ സാഹചര്യങ്ങളും എല്ലാം പത്രത്തിൽ വന്നു കഴിഞ്ഞു. ആളുകൾക്ക് ചിലപ്പം ഇതൊരു രസമായിരിക്കും. ചിലവർക്ക് ഉയർന്നു വരുന്നവരെ അല്ലെങ്കിൽ സമൂഹത്ത് ഉയർന്നു നിൽക്കുന്നവരെ അടിച്ചു താഴ്ത്താനുള്ളൊരു അവസരമായിരിക്കും. അവരങ്ങനെയൊക്കെ കാണത്തുള്ളൂ. പിന്നെ ചെയ്തു വെച്ചിരിക്കുന്ന അത്രയ്ക്ക് നല്ല കാര്യമൊന്നും അല്ലല്ലോ കൃഷ്ണമോളെ, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കത്തുള്ളൂ എന്ന്. ഏതായാലും ഇതൊക്കെ കണ്ടിട്ട് ചങ്കു തകരുകയാണ് കൃഷ്ണമോളുടെയും. ഇനി എങ്ങനെ അലീന ചേച്ചി ഞാൻ പഠിക്കാൻ പോവാ? ഇനി എങ്ങനെ എനിക്ക് വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങാൻ സാധിക്കും? എങ്ങനെ ഞാൻ എൻ്റെ കൂട്ടുകാരുടെ മുഖത്ത് നോക്കും? എനിക്ക് എന്തോ അലീന ചേച്ചി ചാകാൻ തോന്നുവാ. എനിക്ക് അതാ ഇപ്പൊ തോന്നുന്നത്. അയ്യോ മോളെ, അങ്ങനെയൊന്നും പറയരുത്. ഒരബദ്ധം പറ്റിപ്പോയി. അവർക്കല്ല, നമ്മുടെ രോഹിത്തിന്. അവൻ ഒരിക്കലും ഇതൊന്നും ചെയ്തെന്ന് വിശ്വസിക്കാൻ എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല, കഴിഞ്ഞിട്ടില്ല. അതേ അലീന ചേച്ചി, എനിക്കും അതിന് കഴിഞ്ഞിട്ടില്ല. ഏതായാലും കേസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂടെ നമ്മളും തളർന്നു പോയാൽ അച്ഛൻ അത് താങ്ങില്ല മോളെ. മോള് സമാധാനമായിട്ട് ഇരിക്കാനൊക്കെ പറയുന്നുണ്ട്. ഈ വാർത്ത നമ്മുടെ മനുവിന്റെ കയ്യിലും എത്തുകയാണ്. മനുവിന്റെ കയ്യിൽ എത്തിക്കഴിയുമ്പോഴേക്കും അലീനയുടെ അവസ്ഥയാ മനു ചിന്തിക്കുന്നത്. അയ്യോ, അവൾക്ക് എന്ത് സംഭവിക്കും? അവൾ മാനസികമായി തകർന്നു പോകുമോ എന്നൊക്കെ ഓർത്തിട്ട് നമ്മുടെ മനു അലീനയെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. അങ്ങനെ അലീനയെ കാണാൻ വേണ്ടി വരുമ്പോൾ അലീനയെ കണ്ടിട്ട് വിതുമ്പുകയാണോ അതോ കണ്ണിൽ ഈറൻ അണിയുകയാണോ തൊണ്ടയിടറുകയാണോ എന്നൊന്നും പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. അങ്ങനെ ആ വീട്ടിലേക്ക് കയറി വന്നു. അങ്ങനെ ആദ്യം ആ ഒരു കാർ കണ്ടതും പെട്ടെന്ന് തന്നെ നമ്മുടെ അലീന വന്ന് ഗേറ്റ് തുറന്നു കേട്ടോ. കാരണം ജനങ്ങൾ തടിച്ചു കൂടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നമ്മുടെ മനുവിനെ അകത്ത് കയറ്റണമല്ലോ അലീനയ്ക്ക്. കാരണം ആ ഗേറ്റ് തുറക്കാൻ കാത്തിരിക്കുകയാണ്. നീചന്മാര് വെളിയിൽ നിന്ന് കല്ലെറിഞ്ഞ് കൊല്ലും. അതായത് അതുപോലത്തെ ഒരു അവസ്ഥയല്ലേ, കല്ലെറിഞ്ഞ് കൊല്ലുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കേട്ടിട്ടല്ലേ ഉള്ളൂ. അലീനയ്ക്ക് ഇത് കേട്ടിട്ടേ ഉണ്ടായിരിക്കത്തുള്ളൂ. കല്ലെറിഞ്ഞ് ദുഷ്ടന്മാരെ കല്ലെറിഞ്ഞ് കൊല്ലുക, അല്ലെങ്കിൽ ഉപദ്രവിക്കുക, നാട്ടുകാരെല്ലാവരും കൂടെ തല്ലിക്കൊല്ലുക എന്നൊക്കെ കേട്ടിട്ടുള്ളൂ. അപ്പൊ ആ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മുടെ അലീന പെട്ടെന്ന് വാതിൽ തുറന്നു, ഗേറ്റ് തുറന്നു. മനുവേട്ടൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? മനുവേട്ടൻ എങ്ങനെ പുറത്തിറങ്ങാൻ കഴിഞ്ഞു? നാട്ടുകാരെല്ലാവരും കൂടെ തരിച്ചു കൂടില്ലേ? എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്ന് ചോദിച്ചപ്പം എനിക്ക് അതൊന്നും നോക്കിക്കൊണ്ട് നിൽക്കാനുള്ള മാനസികാവസ്ഥ ഇല്ലായിരുന്നു അലീന. ഞാൻ നിന്നെക്കുറിച്ചാ ഓർത്തത്. നീ കുടുംബത്തിൽ വന്ന് പെട്ടുപോയല്ലേ.
ഈ കുടുംബത്തിൽ വന്ന് ഞാൻ പെട്ടൊന്നും പോയിട്ടില്ല. അല്ല മനുവേട്ടൻ കരയരുത്. മനുവേട്ടൻ എന്താ ഇങ്ങനെ? മനുവേട്ട, ഞങ്ങളെ സമാധാനിപ്പിക്കേണ്ടത് മനുവേട്ടനല്ലേ? കൃഷ്ണമോളെ, ബബിതയെ, എല്ലാവരും, അതുപോലെ അച്ഛനെ, അതെ അലീന, എല്ലാവരെയും സമാധാനിപ്പിക്കണം എന്നൊക്കെയുണ്ട്. പക്ഷെ സ്നേഹമുള്ളവർ അടുത്ത് വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ, സ്നേഹമുള്ളവർ വരുമ്പോൾ നമ്മുടെ മനസ്സ് തുറക്കൂലോ, നമ്മുടെ മനസ്സിലുള്ള വേദന അത് വെളിയിൽ വരുമല്ലോ. ആ ഒരു അവസ്ഥ നിന്റെ മുമ്പിൽ ഞാൻ വന്നപ്പോൾ നിന്നെ സമാധാനപ്പെടുത്താൻ വന്നിട്ട് ഇപ്പോൾ എന്നെ സമാധാനപ്പെടുത്തേണ്ട അവസ്ഥയാണല്ലോ അലീന നിനക്കുണ്ടായത് എന്ന് ഓർക്കുമ്പോഴാ. സാരമില്ല, പോട്ടെ, എല്ലാത്തിനും എന്തെങ്കിലും എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടായിരിക്കും. എന്തെങ്കിലും ഒന്ന് കാണാതെ ഒന്നും സംഭവിക്കില്ല അലീന, അതെനിക്ക് അറിയാം മനുവേട്ട. മനുവേട്ടൻ പേടിക്കണ്ട. അല്ല, നിന്നെ എനിക്ക് രക്ഷിക്കാൻ സാധിച്ചില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ആ ഒരു അവസ്ഥയിലായിരുന്നു വീട്ടില്. തടങ്കലിൽ എന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥ. അതൊന്നും മനുവേട്ടൻ കാര്യമാക്കണ്ട. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ എന്റെ രേവതിക്കുട്ടിയും ഗ്രേസി അങ്കിളും, അല്ല ഗ്രേസി അങ്കിൾ അല്ലാട്ടോ, സോറി, ഗ്രേസി ആന്റിയും മാമച്ചൻ അങ്കിളൊക്കെ രക്ഷപ്പെടുത്തിയല്ലോ. അല്ല മനുവേട്ടൻ അകത്ത് കയറുക, ഇവിടെ നിന്ന് സംസാരിക്കുന്നത് സേഫ് അല്ല. അല്ല, ഇപ്പം ആരെങ്കിലും വരാറുണ്ടോ ഇവിടെ? ആരെങ്കിലും വന്ന് ശല്യം ചെയ്യാറുണ്ടോ? ഇന്നലെ വന്ന് കുറെ കല്ലൊക്കെ എറിഞ്ഞിട്ട് ഇന്ന് രാവിലെ വന്ന് കുറെ കല്ലൊക്കെ എറിഞ്ഞിട്ട് പോയതല്ലേ. പോലീസിന് ഇൻഫർമേഷൻ ചെയ്തതിൽ പിന്നെ ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല മനുവേട്ട. അല്ല കൃഷ്ണമോൾ എന്തേ? കൃഷ്ണജ? അവളകത്തുണ്ട്. ഏതായാലും കൃഷ്ണമോളുടെ അടുത്തേക്ക് നമ്മുടെ മനു ചെല്ലുക. അങ്ങനെ മനുവിനെ കണ്ടതും കൃഷ്ണമോൾ ഓടി വന്ന് മനുവിനെ കെട്ടിപ്പിടിക്കുകയാണ്. മനുവേട്ട, മനുവേട്ട, എന്താ മനുവേട്ട ഇങ്ങനെയൊക്കെ? ദേ വീടൊക്കെ തകർക്കുക, ആളുകളെല്ലാം തല്ലി തല്ലി തകർക്കുക. എന്താ മനുവേട്ട ഞാൻ ഈ കാണുന്നത്? മോളെ സാരമില്ല, സംഭവങ്ങൾ അത്രയ്ക്ക് രൂക്ഷമാണ്. നിന്റെ ആങ്ങളെയും എൻ്റെ അനിയനും ചെയ്തു വെച്ചിരിക്കുന്ന കാര്യം അത് അതിന് ന്യായീകരിക്കാൻ ഒരിക്കലും നമ്മളെ കൊണ്ട് പറ്റില്ല. ജനങ്ങൾ ഇങ്ങനെ രക്ഷാകുലരായി വന്നു കഴിഞ്ഞാല് നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല മോളെ. നമുക്കിതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കാനേ പറ്റത്തുള്ളൂ. കാരണം ശരി അവരുടെ കയ്യിലാണ്. എന്തൊക്കെ ശരിയാണെങ്കിലും നമ്മൾ എന്ത് തെറ്റാ ചെയ്തത്? എൻ്റെ അച്ഛൻ പാവം ഹോസ്പിറ്റലിൽ, അമ്മ ഒരു വഴിക്ക്, ഇപ്പം ഏട്ടൻ ഒരു വഴിക്ക്. എന്ത് മഹാപാപം ചെയ്തിട്ടാ ഞങ്ങൾ ഇത് അനുഭവിക്കേണ്ടി വരുന്നത്? ദേ കൃഷ്ണമോളെ, ഒന്നുമില്ല, ഒന്നുമില്ല. അങ്ങനെ കരുതിയാൽ മാത്രം മതി. എല്ലാം നല്ലതിന് മാത്രം ആയിട്ടായിരിക്കും ഇതൊക്കെ സംഭവിക്കുന്നത്. കൃഷ്ണമോള് സമാധാനമായിട്ടിരിക്കുക. അല്ല, നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോ അലീന? എന്തെങ്കിലും ഉണ്ടാക്കിയായിരുന്നോ? അത് പിന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആർക്കും ഒന്നും വേണ്ട മനുവേട്ടാ. കൃഷ്ണമോള് കഴിക്കുന്നില്ല. ബബിത റൂമിൽ നിന്ന് വെളിയിൽ ഇറങ്ങിപ്പോലും വരുന്നില്ല. ഞാൻ പിന്നെ എന്താ ചെയ്യുക? ഇവര് കഴിക്കാതെ എനിക്ക് കഴിക്കാൻ പറ്റുമോ? അതെ, നിനക്ക് കഴിക്കാൻ പറ്റില്ല. നീ ഇന്നലെ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? അത് പോലീസ് സ്റ്റേഷനിൽ പോയതിൽ പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. എന്നിട്ടല്ലേ ഇങ്ങനെ നിൽക്കുന്നത്? അല്ല, നീ ഇവർക്ക് ആരോഗ്യം പകർന്നു കൊടുക്കേണ്ടവളല്ലേ? നീ ഇവർക്ക് ഊർജ്ജം പകർന്നു കൊടുക്കേണ്ടവളല്ലേ? നീ ഭക്ഷണം കഴിക്കാതെ തളർന്നു പോയാൽ എന്ത് ചെയ്യും അലീന? ഇങ്ങ് വന്നേ, ഞാനേ ഇപ്പം ബബിതനെ വിളിച്ചോണ്ട് വരാം എന്ന് പറഞ്ഞ് നേരെ ബബിതയുടെ റൂമിലേക്ക് പോയി. ബബിതയുടെ റൂമിൽ പോയി കൊട്ടിയപ്പോഴത്തേക്കും വാതിൽ തുറന്നു ബബിത വാതിൽ തുറന്നപ്പോൾ നമ്മുടെ മനുവിനെ ഒന്ന് നോക്കി. ബബിതയ്ക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. മനുവേട്ടൻ വന്നായിരുന്നോ എന്നായിരുന്നു നമ്മുടെ ബബിത ചോദിച്ചത്. അല്ല ബബിതെ, നീ എന്തെങ്കിലും കഴിച്ചോ? എന്ത് കഴിക്കാനാ, വയറ് നിറഞ്ഞിരിക്കുമല്ലേ മനുവേട്ടാ. കൂടുതലൊന്നും ബബിതയ്ക്ക് സംസാരിക്കേണ്ടി വന്നില്ല. മനു പതുക്കെ തലയിൽ ഇങ്ങനെ നെറുകയിൽ ഇങ്ങനെ തലോടിയിട്ട്, പോട്ടെ മോളെ, സാരമില്ല, എല്ലാവരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാ. പക്ഷേ ആഹാരം ശരീരത്തിൽ ചെന്നില്ലെങ്കിൽ നമ്മൾ മനസ്സുകൊണ്ട് മാത്രമല്ല ശരീരം കൊണ്ടും തളർന്നു പോകും. ഒരിക്കൽ എല്ലാം ശരിയാകും. കഷ്ടകാലം വരും പോകും, അതൊക്കെ സ്വാഭാവികമാണ്, മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാ. മോളിങ് വന്നേ, എല്ലാവരും കൂടെ ഈ സമയത്ത് ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കേണ്ടത്. വാശിയും വൈരാഗ്യവും ഒക്കെ കാണിച്ചു വെച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് ഇങ്ങ് വന്നേ, കൃഷ്ണമോളും ഇങ്ങ് വന്നേ. അലീനെ, നീയും വന്ന് ഇവിടെ ഇരുന്നേ, ഭക്ഷണം കഴിക്കാൻ നോക്ക്. ശരീരത്തിലും കുറച്ചെങ്കിലും ഭക്ഷണം ചെന്നില്ലെങ്കിലേ മനസ്സും ശരീരവും ഒരുപോലെ തളർന്നു പോയാൽ ശരിയാവില്ല. നീ ഇങ്ങ് വരാനാ പറഞ്ഞത്. ഇവർക്ക് വിളമ്പിക്കൊടുത്തേ, നീ അവിടെ ഇരിക്കുക, ഞാൻ നിനക്ക് വിളമ്പിത്തരാം. ഏതായാലും ബബിത കമാന്നൊരു അക്ഷരം ഇണ്ടാതെ അവിടെ വന്നിരുന്ന് കഴിക്കാൻ തുടങ്ങുകയാണ്. അവര് എന്തൊക്കെയോ കുത്തിപ്പിറക്കി കഴിക്കുന്ന പോലെ എന്തൊക്കെയോ കഴിച്ചു എന്ന് വരുത്തി തീർക്കാനും ശരീരത്തിൽ കുറച്ചെങ്കിലും ഊർജ്ജം വേണമല്ലോ, അതിനുവേണ്ടി മാത്രം എന്തൊക്കെയോ കഴിച്ചു. ഏതായാലും ഈ സമയത്ത് നമ്മുടെ മനു പറയുന്നുണ്ട്, നിങ്ങൾ മനസ്സിലെ വൈരാഗ്യവും ദേഷ്യവും ഒക്കെ മാറ്റി വെച്ചിട്ട് ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ്. നിങ്ങൾ ഒരു വീട്ടിലെ ആൾക്കാരല്ലേ, നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ മാത്രമേ നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും അതുപോലെ തന്നെ ഇപ്പം പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്ന ആങ്ങളെയും ഒക്കെ രക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിന് നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം. ഈ സമയത്തെങ്കിലും മനസ്സിലെ വൈരാഗ്യവും ദേഷ്യവും കുശുമ്പും കുഞ്ഞായ്മയൊക്കെ മാറ്റിവെക്കണം എന്നും പറഞ്ഞ് ബബിതയുടെ മുഖത്തേക്കാണ് നോക്കിയത്. ബബിത ആ ചോറിലിട്ട് കൈയിട്ട് വരണ്ട് ഇങ്ങനെ ഇരിക്കുന്നതല്ലാതെ ആഹാരം ഒന്നും ബബിതയുടെ വയറ്റിലേക്ക് ചെല്ലുന്നില്ല. എന്തൊക്കെയോ പറ്റുകൾ ഇങ്ങനെ വിറക്കി തിന്നുന്നു. അതുപോലെ തന്നെയാണ് കൃഷ്ണമോളും. എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഓരോ പറ്റുകളായിട്ട് അകത്തേക്ക് ചെല്ലുന്നു. ഭക്ഷണം ചെല്ലുന്നുണ്ടോ എന്ന് പോലും അറിയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. ഇതേ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റലിൽ നമ്മുടെ വൈജ ഈ ഒരു കാര്യം അവിടുത്തെ നേഴ്സുമാരിൽ നിന്ന് അറിയുകയാണ്. അങ്ങനെ
എന്താ പറയുക, വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ അവിടെ ഒരു നേഴ്സ് വന്നിട്ട്, ഓ ഇതാണോ കുടുംബം, വലിയ സമ്പന്നരാണ്, അഭിമാനമുള്ള കുടുംബമാണ്, അഭിമാനമുള്ളവരാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, ഇതാണോ അഭിമാനമുള്ള കുടുംബത്തിലെ ആണുങ്ങൾ ചെയ്തു വെക്കേണ്ടത്? 10-20 വയസ്സുള്ള ചെക്കന്മാരാ കാണിച്ചു കൂട്ടിയിരിക്കുന്നത്. വളർത്തുദോഷം, അല്ലാതെ എന്താ പറയുക? കാണ് വായിക്ക് എന്ന് പറഞ്ഞ് ഇത് നമ്മുടെ വൈജയ്ക്ക് കൊടുക്കുകയാണ്. വൈജ അതെടുത്തു. ഓരോ വാക്കുകൾ വായിക്കും തോറും വൈജയുടെ മനസ്സിൽ വല്ലാതെ മുള്ളുകൊണ്ട് കയറുന്നൊരു ഇത്. കാരണം അലീനയുടെ ഒരു പാരഗ്രാഫായിട്ട് അവിടെ വന്നിട്ടുണ്ട് അലീനയെ കുറിച്ചുള്ളത്. അതൊന്നും അല്ല ഇപ്പൊ നമ്മുടെ വൈജയുടെ മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. തന്റെ മകൻ ബലാത്സംഗ വീരൻ, ഒരു കുട്ടിയെ 4 പേര് കൂടി ബലാത്സംഗം ചെയ്തു മൃഗീയമായിട്ട് പരമാവധി ശിക്ഷ മേടിച്ചു കൊടുക്കണമെന്ന് നീതിപീഠം പറയുന്നതൊക്കെയാണ് ആ ഒരു ഇതിനകത്ത് കാണിക്കുന്നത് പത്രത്തില്. ഇനി നമ്മുടെ പത്രത്തിൽ എല്ലാ ദിവസവും വരാനുള്ള ആ ഒരു ഹെഡിങ് തന്നെയാണ്. ഇനിയിപ്പം അടുത്ത പ്രശ്നം വരുന്നവരെ ഇത് തന്നെ ആയിരിക്കും. ഇത് വായിച്ചിട്ട് മറുപടി പോലും ആരോടും പറയാൻ പറ്റത്തില്ലാതെ നമ്മുടെ വൈജ ഇങ്ങനെ ആ നേഴ്സുമാരെ കളിയാക്കുന്നതും കേട്ടുകൊണ്ട് അടങ്ങി ഒരക്ഷരം പോലും മിണ്ടാതെ കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. വൈജയ്ക്ക് ഇത് വേണം, വേറെ ആർക്കും വന്നില്ലെങ്കിലും വൈജയ്ക്ക് ഇത് തന്നെ വേണം, അവളുടെ അഹങ്കാരത്തിന്. അല്ലാണ്ട് പിന്നെ എന്താ പറയുക. ഏതായാലും വൈജ ഇതൊക്കെ വായിച്ചിട്ട് ഒരക്ഷരം പോലും മിണ്ടാതെ കിടക്കുകയാണ്. വൈജയ്ക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ആ ഒരു സമയത്ത് നമ്മുടെ ബാലചന്ദ്രന്റെ പെങ്ങള് വന്നു. അല്ല ചേച്ചി ഇത് വായിച്ചോ? വായിച്ചു, ഞാനിത് വായിച്ചു. എല്ലാത്തിനും കാരണക്കാരി അവൾ ഒറ്റ ഒരുത്തി. ആ ഒരവസ്ഥയിലും അലീനയെ താങ്ങാൻ നമ്മുടെ വൈജയ്ക്ക് ഭയങ്കര ഊർജ്ജമാണ് കേട്ടോ. അവൾ ഒറ്റയൊരുത്തി കാരണം ഇതൊക്കെ സംഭവിച്ചത്. അവള് ആ വീട്ടിൽ എന്ന് കയറി പറ്റിയോ അന്ന് തുടങ്ങിയ തലവേദനയാ, അന്ന് തുടങ്ങിയതാ. ഇപ്പൊ കണ്ടില്ലേ, വേലക്കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നുള്ള പേരും. എന്താ ചേച്ചി ഇത്? അതൊന്നും അല്ല ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം. ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം അവര് ആ പെങ്കുച്ചിനെ 4 പേര് കൂടി ചേർന്ന് ബലാത്സംഗം ചെയ്തതാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. അലീനയുടെ പ്രശ്നം ഒരു പ്രശ്നമല്ല. അത് പിന്നെ പത്രക്കാര് മീഡിയക്കാര് എല്ലാവരും കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നതാണ്. പിന്നെ അലീന അതിനെതിരെ മൊഴിയും കൊടുത്തിട്ടില്ല, കേസ് കൊടുത്തിട്ടില്ല. അവളെ നിർബന്ധിച്ച് കേസ് ചെയ്യിപ്പിക്കാൻ ഒരു ദിവസം അവളെ പോലീസ് സ്റ്റേഷനിൽ ഇട്ടത്. അവൾ അന്തസ്സുള്ള പെണ്ണായതുകൊണ്ടല്ലേ, അവക്ക് അഭിമാനം അതുപോലെ തന്നെ അവക്ക് മനസാക്ഷി ഉള്ളത് കൊണ്ടല്ലേ അവള് ആ കേസ് കൊടുക്കാതിരുന്നത്. അവളുടെ ഒരു പരാതിയും കൂടെ ചെന്നിരുന്നെങ്കിൽ എന്താ ഉണ്ടാകാൻ പോകുവാന്ന് അല്ല ചേച്ചിയോട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. വിവരവും വിദ്യാഭ്യാസവും വേണ്ടുവോളം ഉണ്ടല്ലോ ചേച്ചിക്ക്. ഇത് കേട്ടതും വൈജയ്ക്ക് വീണ്ടും ഒന്നും പറയാനില്ല. എങ്കിലും അലീനയെ പഴിചാരാൻ മാത്രം നമ്മുടെ വൈജയുടെ നാവ് പൊങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെ കോലാഹലങ്ങളാണോ ഇനി സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ ഹോസ്പിറ്റലിൽ നിന്ന് നിർബന്ധിച്ച് ഡിസ്ചാർജ് മേടിച്ചാണ് വീട്ടിലേക്ക് വരുന്നത്. ബാലചന്ദ്രൻ അങ്ങനെ വരുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹോസ്പിറ്റലിൽ കിടന്ന ഇനി യാതൊരു കാര്യവുമില്ല. നമ്മുടെ രോഹിത്തിനെ രക്ഷിക്കണമെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്നും തിരിച്ച് വീട്ടിലെത്തിയേ പറ്റൂ, ആരെങ്കിലും ഒക്കെ കണ്ടേ പറ്റൂ, അതിനുവേണ്ടി അലഞ്ഞേ പറ്റൂ. അതുകൊണ്ടാണ് ഹൃദ്രോഗിയായ നമ്മുടെ ബാലചന്ദ്രൻ ഹോസ്പിറ്റലിൽ നിന്ന് നിർബന്ധിച്ച് ഡിസ്ചാർജ് മേടിച്ച് തിരിച്ചെത്തുന്നത്. ഇതിനിടയിൽ അലീന കാണാൻ പോകുന്നുണ്ട് കേട്ടോ നമ്മുടെ ബാലചന്ദ്രനെ. ഏതായാലും അലീനയെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. നീ എന്തുകൊണ്ട് എന്നെ വിവരം അറിയിച്ചില്ല, നീ എന്തിനാടി എന്റെ ഫോൺ മാറ്റി വെച്ചത് എന്നൊക്കെ. ഏതായാലും അലീന കെട്ടിപ്പിരിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, അച്ഛൻ വിഷമിക്കേണ്ട, അച്ഛ എല്ലാം ശരിയാകും, ഈ അലീന അച്ഛന്റെ കൂടെ ഉണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലചന്ദ്രനെ ഒരുപാട് ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ അലീന. അപ്പൊ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ടൊരു വിശേഷാട്ടോ കാണാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും മറക്കാതെ കാണുക. നമുക്ക് ഇന്നത്തെ ഫുൾ വിശേഷം കിട്ടിയിട്ടില്ല കേട്ടോ. ഫുൾ വിശേഷം ഇതുവരെ നമുക്ക് വന്നിട്ടില്ല, ഡിലേ ആണ്. ഫുൾ വിശേഷം നേരത്തെ വരികയാണെങ്കിൽ നമ്മൾ വിത്ത് ഡയലോഗ് സഹിതം എനിക്ക് ഇടാൻ പറ്റത്തില്ലായിരിക്കും. കാരണം എൻ്റെ ഒരു ഫോണിന് ചെറിയൊരു കംപ്ലൈന്റ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊന്ന് ശരിയാക്കിയിട്ട് നമുക്ക് 2 ഫോൺ ഉണ്ടെങ്കിലേ നമുക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റത്തുള്ളേ. അതായത് വിത്ത് ഡയലോഗ് സഹിതം ഇടാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഹെഡ്സെറ്റ് ഒരു ഫോണിൽ നമ്മുടെ ഈ വീഡിയോ കണ്ട് ഹെഡ്സെറ്റ് ഉപയോഗിച്ചാണ് പറയുന്നത്. അപ്പം ഒരു വീഡിയോ നമുക്കിത് കാണാനും വേണം, ഒരു ഫോൺ കാണാനും വേണം, ഒരു ഫോൺ ചെയ്യാനും വേണം നമുക്ക്. ഇപ്പം എൻ്റെ ഫോൺ തൽക്കാലം കുറച്ച് കംപ്ലൈന്റ് ആയിട്ട് ഇരിക്കുകയാണ്, എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ ഏതായാലും ഞാൻ ഇന്ന് തന്നെ ശരിയാക്കിയിട്ട് നമുക്ക് നാളെ രാവിലെ ഞാൻ വിത്ത് ഡയലോഗ് സഹിതം ഇടാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. ലൈക്ക് അടിക്കാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പൊക്കോളൂ.